കനിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ പളനി പോവാണ്. പളനിയിൽ ഇന്ന് തൈപ്പൂജ ആയതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ രാത്രിയിലാണ് പോകണം. അപ്പം കാണാൻ നല്ല രസമായിരിക്കും. മൊബൈലൊന്നും അളോടില്ല അവിടത്തേക്ക്. എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചിരിക്കാം. മൊബൈൽ ഒളിച്ചു വെച്ചിട്ട് വേണം പോവാൻ. വേറെ വഴിയില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് അവിടെ ചെന്നിട്ടൊക്കെ ഒരു നല്ല ലൈറ്റും വെളിച്ചമൊക്കെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് സംഭവം വേണമല്ലോ. അപ്പം ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളപ്പം എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോവുക. പിന്നെ ഒരു മിനിറ്റ്, ഒരു കാര്യമുണ്ട്. ഇന്ന് എന്താണ് വിശേഷം? ഇന്നെന്താണ്? ഇന്ന് തൈപ്പൂസല്ലേ? എനിക്ക് അത് തന്നെ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റ. അപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോയി നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെയൊക്കെ പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ വാച്ച്, വള, അപ്പം എന്താ പറയുക, പിന്നെ പൈസ നിനക്ക് വേണ്ടേ? എനക്കാ പിന്നെ നിനക്ക് കാശ് വേണ്ടേ? പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലവൊന്നുമില്ലേ? അപ്പം കോവിലിൽ പോകുമ്പം പിള്ളേകളെല്ലാം കൂട്ടിയിട്ട് പോകുമ്പോൾ അവൾക്ക് ഏതാച്ചാൽ വാങ്ങണമെങ്കിൽ എന്നാ പണോ? யாருப்பா நிக்கிறதுங்க? ஹலோ, நிக்காதீங்க, சாமி அப்படி போயிட்டுங்க. ഹലോ, ഞങ്ങൾ മുരുകനെ മലയിൽ വന്നതാണ്. പളനിമലയിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ വള്ളിയമ്മയും മുരുകനെയും ആദ്യം ഇവിടെ ഇതാണ് കയറി നോക്കിയിട്ട് വേണം മേലോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെ കയറി ആദ്യം ഞങ്ങൾ ഹലോ കണ്ടു. അപ്പം ഇറങ്ങും. മല ഇറങ്ങി വരുന്നത്. മേളിൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എടുത്തില്ല. ഇവിടെ സ്റ്റെപ്പിറങ്ങുന്ന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പം അപ്പോൾ വീഡിയോ ആയിരിക്കും. ഇപ്പം ആൾക്കാർ കൂട്ടങ്ങളാണ്. ഞാൻ മല ഇറങ്ങി സ്വാമിയെ കണ്ട് ആണ്ടവനെയാണ് കണ്ടത്. ഹലോ, അത്രയും വർഷം വന്നിട്ട് ഇതുവരെ ഞാൻ ആണ്ടവനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് കണ്ടത് ആണ്ടവൻ ദർശനമാണ് ഞാൻ കണ്ടത്. അനുഭ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ കണ്ടത് ഇതാണ് സംഭവം. അപ്പോൾ കയറി ഭയങ്കരമായിട്ട് ഇതായി. കാല് പറഞ്ഞു സ്റ്റെപ്പിറങ്ങി